സാന്നിധ്യമേ ഇതുപോലൊരു ആശ്വാസം എന്റെ താതന്റെ മാർവിടമേ. പ്രഭു തേരെ ഉപസ്ഥിതി കാഫി ഹൈ. പ്രഭു തേരെ ഉപസ്ഥിതി കാഫി ഹൈ. പ്രഭു തേരെ ഉപസ്ഥിതി काफी है. प्रभु तेरे उपस्थिति काफी. निन सानिध्യം മതി കർത്താവേ. നിൻ സാന്നിധ്യം മതി നാഥാ. നിൻ സാന്നിധ്യം മതി. നിൻ സാന്നിധ്യം മതി നാഥാ. നിൻ സാന്നിധ്യം മതി. കരമുയർത്തി പറയൂ. നിൻ സാന്നിധ്യം മതി. Lord, your presence, Lord, your presence is sufficient for me. Your presence is sufficient for me. നിൻ സാന്നിധ്യം മതി അപ്പാ. നിൻ സാന്നിധ്യം മതി. പ്രസന്നം പോതും ദേവാവും പ്രസന്നം പോതും. പ്രസന്നം പോതും ദേവാവും പ്രസന്നം പോതും. നിൻ സാന്നിധ്യം മതി നാഥാ. നിൻ സാന്നിധ്യം. ഉൽപ്പത്തിയുടെ പുസ്തകം उत्पत्ति की किताब 1-ാം അധ്യായം 2-ാം വാക്യം. 10:2 ഭൂമി പാഴും ശൂന്യവുമായി. 1-2 पृथ्वी बेडोल और सुनसान हो गए. കറക്റ്റ് ട്രാൻസ്ലേഷൻ പറയുന്നു ഭൂമി പാഴും ശൂന്യവുമായി തീർന്നു. वहां पर सही जो अनुवाद है वो ये कि पृथ्वी बेडोल और सुनसान हो गई. Earth became formless and void. पृथ्वी बेडोल और सुनसान हो गई. ഒരു 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 സങ്കടപ്പെടുത്തുന്ന വാർത്തയുമായിട്ടാണ് ഉൽപ്പത്തി പുസ്തകം 2-ാം വാക്യം തുടങ്ങുന്നത്. उत्पत्ति की पुस्तक का जो दूसरा वचन है वो एक दुख भरी कहानी से शुरू होता है. നമുക്കറിയാം നമ്മുടെ ദൈവം ഈ ഭൂമിയെ പാർപ്പിനെ സൃഷ്ടിച്ചത്. हमें जानते हैं कि परमेश्वर ने इस धरती को रहने के लिए बनाया. മനോഹരമായിട്ടാണ് സൃഷ്ടിച്ചത്. खूबसूरत बनाया. പക്ഷെ എന്തോ സംഭവിച്ചു. लेकिन कुछ हुआ. മേ ബി ഡിസൊബീഡിയന്റ് ആയിട്ടുള്ള കുറച്ച് ദൂതന്മാർ ഈ ഭൂമിയിൽ വന്ന് വീണതായിരിക്കാം ഭൂമി പാഴും ശൂന്യമായി. शायद हो सकता है अनाज्ञाकारी कुछ स्वर्गदूत जब इस धरती पर गिरे उनके कारण धरती बेडोल और सुनसान हो गई. പക്ഷെ നമ്മുടെ വചനത്തിനൊരു പ്രത്യേകതയുണ്ട്. लेकिन इस वचन की एक खासियत है എന്തെങ്കിലും ഒരു അസാധ്യം പറഞ്ഞ അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടുന്നതല്ല വചനം. कि वचन कोई असंभव बात बताकर वहीं पे फुल स्टॉप नहीं लगाता है. അതിനൊരു കോമ ഇട്ടിട്ട് വചനം തുടരുകയാണ്. उसमें एक कॉमा लगाकर वचन आगे बढ़ता है. ആഴത്തിന്മീതെ उस गहरे जल के ऊपर, ഇരുളിന്റെ മീതെ अंधकार के ऊपर ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരുന്നു. परमेश्वर का आत्मा मंडरा रहा था. നാം ഈ ഹാളിൽ ഈ സെഷൻ ആരംഭിക്കുമ്പോൾ ദൈവ സാന്നിധ്യം മതി എന്ന് പറയുമ്പോൾ കേൾക്കുക. जब इस हॉल में हम इस सेशन को शुरू कर रहे हैं, जब इस समय हम कह रहे हैं कि प्रभु तेरी उपस्थिति काफी है, ദൈവത്തിന്റെ ആത്മാവ് ചില അസാധ്യങ്ങളുടെ മീതെ പരിവർത്തിക്കുന്നു. तो सुने कि परमेश्वर का आत्मा कुछ असंभव बातों के ऊपर काम कर रहा है. എന്റെ ദൈവത്തിന് അസാധ്യങ്ങൾ ഇഷ്ടമാണ്. मेरे परमेश्वर को असंभव बातें पसंद हैं. എന്റെ ദൈവത്തിന് ഏറ്റവും വരണ്ട ഉണങ്ങിയ അസ്ഥികളെ ഇഷ്ടമാണ്. मेरे परमेश्वर को सबसे सूखी बेजान हड्डियां पसंद അവിടെയാണ് എന്റെ हैं. ദൈവം തന്റെ മഹത്വത്തെ വെളിപ്പെടുത്തുന്നത്. वहीं पर मेरा परमेश्वर अपनी महिमा को प्रकट करता है. പാഴു ശൂന്യമായതിനെ എന്റെ ദൈവത്തിന് ഇഷ്ടമാണ്. बेडोल और सुनसान को मेरा परमेश्वर पसंद करता है. അവിടെ മൂവ് ചെയ്യാൻ പരിശുദ്ധാത്മാവിന് ഇഷ്ടമാണ്. वहां पर काम करना पवित्र आत्मा को
अच्छा लगता है, അവിടെയാ തന്റെ മഹത്വത്തെ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കും. वहीं पर परमेश्वर अपनी महिमा को प्रकट करना चाहता है. ഒരുപക്ഷെ ചിന്തിച്ചിട്ടുള്ള കാര്യമായിരിക്കാം, പക്ഷേ ഈ മോർണിംഗ് സെഷനിൽ വീണ്ടും ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നു. शायद आपने इसके बारे में पहले भी सोचा होगा, लेकिन इस सुबह के सत्र में परमेश्वर का आत्मा फिर से हमें ये बात याद दिला रहा है. പാഴായാൽ ശൂന്യമായാൽ ലോകം എടുത്ത് വെളിയിൽ കളയും. ये बेडोल और सुनसान अगर हो जाए तो दुनिया उठा के बाहर फेंक देती है. പക്ഷെ സ്വർഗം പറയും ഇല്ല, ഞാനൊരു കോമയിട്ട് തിരിക്കുകയാണ്. लेकिन परमेश्वर कहता है नहीं, मैं उसमें एक कोमा लगाकर उसको वापस मोड़ रहा हूं. എനിക്ക് ഈ ഭൂമിയെ തന്നെ വേണം മനോഹരമാക്കാൻ. मुझे इसी धरती को फिर से खूबसूरत बनाना है. ചില വ്യക്തികൾക്ക് മീതെ ഈ സെഷനിൽ അങ്ങനെ ഒരു വഴിത്തിരിവിന് വേണ്ടി ഈ സെഷൻ തുടങ്ങുകയാണ്. इस सत्र की शुरुआत में कुछ लोगों के लिए ऐसा एक बदलाव आ रहा है. എത്ര പേര് അതെന്നോട് ചേർന്ന് कितने लोग मेरे साथ उस पर विश्वास करेंगे? നിർജീവമായി പോയ ഒരു ഉദരത്തെ വേണം ബഹുജാതികളുടെ പിതാവാക്കാൻ. जो गर्भ मर गया है, जो कोख मर गई है, उस कोख को बहुत सी जातियों का पिता बनाना है. അപ്പനും അമ്മയില്ലാത്ത ഒരു എസ്തേറിനെ വേണം ഒരു വലിയ രാജ്യത്തിന്റെ രാജ്ഞിയാക്കാൻ. एक अनाथ एस्तेर को बड़े साम्राज्य की रानी बनाना है. അന്യജാതിക്കാരിയായ ഒരു രൂത്തിനെ വേണം ദാവീദിന്റെ വലിയ അമ്മയാക്കാൻ. अन्य जाति की एक रूत को दाऊद की परनानी बनाना ഈ है. പകലിൽ നമ്മുടെ കയ്യിലുള്ള എല്ലാ അസാധ്യങ്ങളും നമ്മുടെ കർത്താവിന്റെ കയ്യിലേക്ക് കൊടുക്കും. आज हमारे सामने जितनी भी असंभव बातें हैं उसको प्रभु के हाथों में सौंपें. എനിക്കെന്തോ അങ്ങനെ പറയാൻ തോന്നുന്നു. मुझे मेरे मन में ऐसा कहने के लिए आ പലപ്പോഴും रहा നമ്മൾ പ്രിപ്പയർ ചെയ്ത പലതും കർത്താവിന്റെ കയ്യിൽ കൊടുക്കുവാനായിട്ട് है. ഇഷ്ടപ്പെടുന്നവരാണ്. बहुत बार हम सब कुछ तैयार करके प्रभु के हाथों में देना पसंद करते हैं. ചിലതൊക്കെ അപ്പോഴും നമ്മൾ മറച്ചു പിടിക്കും, കർത്താവെ അത് കാണണ്ട. उस समय भी कुछ ऐसा होता है जिसको हम छिपाते हैं कि प्रभु नहीं, उसको मत देखना. പക്ഷെ കർത്താവിന്റെ സന്നിധിയിൽ എല്ലാം തുറന്നു വെച്ച്, लेकिन प्रभु की उपस्थिति में आज सब कुछ खोल कर रख दें. ചീഞ്ഞതും നാറിയതും പാഴായതും ശൂന്യമായതും എല്ലാം കൊണ്ടു കൊടുത്തേ. जो सड़ गया है, जो सड़ गया है, जो बदबूदार हो गया है, जो बेजान हो गया, सब कुछ पिता के हाथों में सौंप दें. ഒന്ന് കണ്ണുകളൊന്ന് മൂടിക്കുക. ഈ പകലിൽ പിതാവാണ് ശുശ്രൂഷിക്കാൻ പോകുന്നത്. अपनी आंखें बंद करें. आज दिन में पिता हमारे बीच में सेवकाई करने जा रहा है. ഒരുപക്ഷെ കാഴ്ചയൊക്കെ ഒന്നും കാണത്തില്ല, हो सकता है दिखने में कुछ भी नजर न आ रहा हो. നല്ലതെല്ലാം നഷ്ടപ്പെടുത്തി. जो कुछ अच्छा था वो सब कुछ खत्म हो गया. ഈ പകലിൽ പറഞ്ഞ അപ്പ ഒരിച്ചിരി സ്നേഹം ബാക്കിയുണ്ട്, അത് ഞാൻ കാഴ്ചവെക്കാം. लेकिन आज दिन में कहें पिता थोड़ा सा एक प्रेम बाकी है, वो मैं आपको सौंपता ഞാൻ എന്റെ हूं. ഹൃദയം കാഴ്ചവെക്കാം. मैं अपना दिल आपको चढ़ाता हूं. എന്റെ ദൈവമേ, അങ്ങേക്ക് ഒരു ഒന്നുമില്ലായ്മ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ എന്നെ തന്നെ കാഴ്ചവെക്കുന്നു. मेरे परमेश्वर, अगर आप एक शून्य हालत को चाहते हैं, खालीपन को चाहते हैं, तो मैं खुद को आपके हाथों में चढ़ाता हूं. തിരുമുൻപിൽ കാഴ്ചവയ്ക്കുവാ എന്റെ സ്നേഹം മാത്രമേ ഉള്ളൂ. തിരുമുൻപിൽ യാഗമാക്കുവാ എന്റെ ഹൃദയം അർപ്പിച്ചിടുന്നു. തിരുമുൻപിൽ കാഴ്ചവയ്ക്കുവാ എന്റെ സ്നേഹം മാത്രമേ ഉള്ളൂ. തിരുമുൻപിൽ യാഗമാക്കുവാ എന്റെ ഹൃദയം അർപ്പിച്ചിടുന്നു. ഇതുപോലുള്ളൊരു ഭാഗ്യം, ഇതുപോലുള്ളൊരു ഭാഗ്യം എന്റെ യേശുവിൻ സാന്നിധ്യമേ
എന്റെ യേശുവിൻ സാന്നിധ്യമേ, ഇതുപോലൊരു ആശ്വാസം എന്റെ താതന്റെ മാർവിടമേ, ഇതുപോലൊരു ഭാഗ്യം എന്റെ യേശുവിൻ സാന്നിധ്യമേ, ഇതുപോലൊരു ആശ്വാസം എന്റെ താതൻ. പടി കയറിക്കൊണ്ടിരിക്കുമ്പോ തന്നെ ഒരു ചെറിയ ചിന്തയും കൂടെ ആരാധനയ്ക്കായി. ലൈഫ് സ്റ്റൈൽ ഇൻ ക്രൈസ്റ്റ്, ലൈഫ് സ്റ്റൈൽ ഇൻ വർഷിപ്പ്. കേട്ട ദേവദാസന്മാരെ, ലൈഫ് സ്റ്റൈൽ ഇൻ വർഷിപ്പ് നമ്മുടെ മുമ്പിൽ ആദ്യം കാട്ടിയത് മറ്റാരുമല്ല, യേശുപ്പായാണ്. सुने परमेश्वर के दासों, हमारे सामने आराधना की जीवन शैली और किसी ने नहीं दिखाई, हमारे यीशु पिता ने दिखाई. വചനം പറയുന്നു, obedience is better than sacrifice. वचन ये कहता है आज्ञा पालन बलिदान से बेहतर है. അതായത് സ്വർഗം പ്രസാദിക്കുന്നത് ഒബീഡിയൻസിനാണ്. यानी परमेश्वर आज्ञा पालन से प्रसन्न होता है. അങ്ങനെയെങ്കിൽ ഏറ്റവും നല്ല ആരാധന കഴിച്ച മറ്റാരുമല്ല, യേശു കർത്താവ് തന്നെ. अगर ऐसा है तो सबसे अच्छी आराधना और किसी ने नहीं, प्रभु यीशु ने खुद चढ़ाई. ഹെവൻലി പ്ലേസസിൽ ഇരുന്ന വർഷിപ്പിനെ स्वर्गीय स्थानों में जो आराधना थी, ഈ മണ്ണിൽ ലൈഫ് സ്റ്റൈൽ വർഷിപ്പ് ആക്കാൻ വേണ്ടിയ ദൈവപുത്രൻ വന്നത്. उसको इस धरती पर आराधना की जीवन शैली बनाने के लिए मनुष्य का पुत्र आया. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-6 തൊട്ട് ആ വർഷിപ്പിനെ കുറിച്ച് എഴുതിയിരിക്കുകയാണ്. ഫിലിപ്പിയൻസ് ചാപ്റ്റർ 2:6 onwards ആ വർഷിപ്പിനെ പറ്റി എഴുതിയിരിക്കുന്നു. फिलिपियो 2:6 से आगे के वचनों में आराधना के बारे में लिखा है. ശ്രദ്ധിക്കണം, എങ്ങനെയാ യേശു കർത്താവ് വർഷിപ്പ് ചെയ്തത്. ध्यान से सुने कि यीशु प्रभु आराधना कैसे करता है. പിതാവിനെ അനുസരിപ്പാൻ, पिता की आज्ञा मानने के लिए, അവൻ ദൈവത്തോടുള്ള സ്വരൂപം മുറുകെ പിടിച്ചു കൊള്ളണം, ആ സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ, परमेश्वर के साथ की अपनी समानता को वश में रखने की वस्तु न समझकर, ആ വാക്കൊന്ന് പറഞ്ഞു, വിചാരിക്കാതെ. बोलिए न समझते हुए. തുടങ്ങിയത് എവിടുന്ന? शुरुआत कहां से हुई? വിചാരത്തിൽ, उस विचार से हुई. attitude. नजरिया. Worship begins with your attitude. आराधना आपके नजरिए से शुरू होती है, അവിടുന്ന് ഇത് തുടങ്ങുന്നത്. वहां से शुरू होती പിന്നെ है. ഞാൻ എതിർവശം ഒരിടത്ത് പറയാം. अब इसका दूसरा पक्ष बता. വേറൊരുത്തൻ कोई और വിചാരിച്ചു उसने सोचा ഹൃദയത്തിൽ, दिल में ഞാൻ മേളിൽ കയറും, कि मैं ऊपर चढ़ूंगा. അവൻ താഴെ പോയി. वो नीचे गिर गया. പക്ഷേ ദൈവപുത്രൻ പറഞ്ഞു, വിചാരിച്ചു, പറഞ്ഞില്ല, വിചാരിച്ചു. लेकिन परमेश्वर के पुत्र ने बोला नहीं, सोचा എനിക്ക് എന്റെ പിതാവിനെ അനുസരിക്കാൻ कि मुझे मेरे पिता की आज्ञा ഈ मानने സമത്വം വേണ്ട. की ये समानता नहीं चाहिए. ഒന്നാമത്തെ പടി താഴെ വെച്ചു. एक कदम, वो एक तल नीचे उतरा. നമ്മൾ ലൈഫ് സ്റ്റൈലിനെ പറ്റി പറയുന്നത്. हम जीवन शैली की बात कर रहे ആ हैं. വിചാരത്തിൽ നിന്ന് അടുത്ത സ്റ്റെപ്പ് എടുത്തു വെച്ചു. उस विचार के बाद अगला कदम बढ़ाया. ആറ്റിറ്റ്യൂഡിൽ നിന്നാണ് ആക്ഷൻ തുടങ്ങുന്നത്. नजरिए से एक्शन आता है. कार्य आता है. വർഷിപ്പിന്റെ ആറ്റിറ്റ്യൂഡിൽ നിന്ന് വർഷിപ്പിന്റെ ആക്ഷൻ തുടങ്ങും. आराधना के नजरिए से आराधना का कार्य आता है. യേശു കർത്താവിന്റെ ആറ്റിറ്റ്യൂഡിൽ നിന്ന് താൻ എടുത്ത ഒന്നാമത്തെ സ്റ്റെപ്പ്, താൻ മനുഷ്യ സാദൃശ്യത്തിലാണ്. यीशु मसीह ने अपने उस नजरिए से अगला काम जो किया, वो मनुष्य के रूप में आया. ഞാൻ പറഞ്ഞു, ഏറ്റവും ബെസ്റ്റ് വർഷിപ്പ് കർത്താവ് അനുസരണത്തിലൂടെ കാണിച്ചു തന്നു വന്നു. मैं ये कह रहा हूँ कि आज्ञा पालन के द्वारा सर्वोत्तम आराधना प्रभु यीशु ने ഈ दिखाई. സ്റ്റെപ്പിൽ അത് നിന്നില്ല, और वहीं इस कदम पर वो रुका नहीं, അടുത്ത സ്റ്റെപ്പ് എടുത്തു. उसने अगला कदम बढ़ाया. ദാസരൂപത്തിലായി. दास का रूप लिया. അവിടെ നിർത്തിയില്ല, वहीं पर नहीं रुका ലൈഫ് സ്റ്റൈൽ കണ്ടിന്യൂ ചെയ്തു. और उसको आगे बढ़ाया. ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി क्रूस की मृत्यु तक आज्ञाकारी रहा. സ്വർഗ തലങ്ങളിൽ ഇരുന്ന ആരാധനയെ स्वर्गीय स्थलों में जो आराधना थी, ലൈഫ് സ്റ്റൈലിലൂടെ താൻ എക്സ്പ്രസ് ചെയ്യാൻ തുടങ്ങി. उसको अपनी जीवन शैली के द्वारा उसने प्रकट किया. നമ്മൾ പലപ്പോഴും തുടങ്ങുന്നത് ആക്ഷനിൽ നിന്നാണ്. हम बहुत बार कार्य से शुरू करते हैं. കൈ ഉയർത്തിക്ക്, കൈ അടച്ച്, हाथ എഴുന്നേറ്റ് उठाओ, നിന്ന്, ताली बजाओ, ഇതൊക്കെയാ നമ്മൾ खड़े हो തുടങ്ങുന്നത്. जाओ. പക്ഷെ ऐसे हम शुरू കർത്താവ് करते हैं. തുടങ്ങിയത് ആറ്റിറ്റ്യൂഡിൽ നിന്നാണ്. लेकिन प्रभु नजरिए से शुरू करता है. ആറ്റിറ്റ്യൂഡിൽ നിന്ന് തുടങ്ങിയ ലിമിറ്റ് ഇല്ല. नजरिए से अगर शुरू करो तो कोई सीमा नहीं रहेगी. ഹല്ലേലൂയ. हालेलुया. ഇനി
ആരാധനയുടെ റിസൾട്ടും കൂടെ പറഞ്ഞു കയറാം. अब आराधना का परिणाम भी बताकर അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ ഇതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ എഴുതിയിരിക്കുക. और उसके 9वें अध्याय में इसका विपरीत हिस्सा ആരാധനയ്ക്കായി ഇറങ്ങി വന്നവന് എന്ത് സംഭവിക്കും? जो आराधना के लिए उतर कर आया उसके साथ क्या होगा? തന്നെ അത് സംഭവിക്കും. इसी सत्र में वो होगा. വചനം എഴുതുക, അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി. वचन कहता है इसलिए परमेश्वर ने उसको सबसे ऊंचा उठाया, എല്ലാ നാമത്തിലും മേലായ നാമം നൽകി. हर एक नाम से ऊंचा नाम दिया. അതുകൊണ്ട് സ്വർലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലുകളൊക്കെയും അവന്റെ മുമ്പിൽ മടങ്ങും. ताकि स्वर्ग और पृथ्वी पर सबके घुटने उसके सामने टिके. നീ എത്ര സ്റ്റെപ്പ് ആരാധനയിൽ ഇറങ്ങിപ്പോയോ അതിനേക്കാൾ ഉപരിയായി സ്വർഗം നിന്നെ ഉയർത്തി. जितने कदम आराधना में आप उतरेंगे उससे कहीं बढ़कर प्रभु आपको उठाएगा. ഇന്ന് ലൈഫ് സ്റ്റൈൽ വർഷിപ്പിനായിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ യേശു അപ്പായുടെ മാതൃക കണ്ടേ. आज आराधना की जीवन शैली की जब तैयारी आप कर रहे हैं तो प्रभु यीशु के उस उदाहरण को देखें. സ്വർഗ സുഖ പീഠം വെടിഞ്ഞു എന്നെ തേടി വന്നവനെ, തേജസ്സിന്റെ വസ്ത്രം മുരിഞ്ഞു തന്നെത്താൻ താഴ്ത്തിയോനെ, സ്വർഗ സുഖ പീഠം വെടിഞ്ഞു എന്നെ തേടി വന്നു, എന്നെ തേടി വന്നവനെ, തേജസ്സിന്റെ വസ്ത്രം മുരിഞ്ഞു തന്നെത്താൻ താഴ്ത്തിയോനെ, ഇന്ന് ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ, തേജസ്സിന്റെ പൂർണ്ണനായി. ഇന്ന് ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ, സ്തുതികൾക്കു യോഗ്യനായി. ഇന്ന് ആരാധിക്കുമ്പോൾ ഞങ്ങൾ കാണുന്നു നിന്നെ, തേജസ്സിന്റെ പൂർണ്ണനായി. യേശുവിനെ നോക്കി പാടിക്കട്ടെ. ഇന്ന് ആരാധിക്കുമ്പോൾ see your glory, for your glorious തേജസ്സിന്റെ പൂർണ്ണ. ഇതുപോലുള്ളൊരു ഭാഗ്യം, ഇതുപോലുള്ളൊരു ഭാഗ്യം എന്റെ യേശുവിൻ സാന്നിധ്യമേ. ഇതുപോലുള്ളൊരു ആശ്വാസം എന്റെ താരൻ മാറിടവേ. ഇതുപോലുള്ളൊരു ഭാഗ്യം എന്റെ യേശുവിൻ സാന്നിധ്യമേ. ഇതുപോലുള്ളൊരു ആശ്വാസം കഴിഞ്ഞ രാത്രിയിലും ദേവദാസനിലൂടെ ശക്തമായൊരു ആലോചന നാം കേൾക്കുകയായിരുന്നു. कल रात को भी एक सामर्थी एक परमेश्वर का संदेश परमेश्वर के दास से, ഞാൻ വിശ്വസിക്കുന്ന ഒരു പുതിയ യുഗമാണ്. और मेरा विश्वास है कि एक नया युग है. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് ഈ വർഷം ആരംഭം തൊട്ട് കർത്താവ് ഇങ്ങനെ മിണ്ടുന്നു. लेकिन परमेश्वर का आत्मा इस साल की शुरुआत से ही कुछ इस तरह से बोल ഈ रहा है യുഗത്തെ തുറക്കുന്ന താക്കോൽ कि इस युग को खोलने वाली चाबी താഴ്മയായിരിക്കും. वो नम्रता है. ഈ യുഗത്തെ തുറക്കുന്ന താക്കോൽ इस युग को खोलने वाली चाबी അനുസരണമായിരിക്കും, वो ഒബീഡിയൻസ് ആയിരിക്കും. आज्ञा पालन होगा. അതുകൊണ്ട് ഈ സെഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. और इसीलिए ये सत्र बहुत महत्वपूर्ण है. കുഞ്ഞാടെ നീ ആറും
അറുക്കപ്പെട്ടു. തിരുരക്തമെന്നെ വിലയ്ക്കു വാങ്ങി. രാജകീയ പുരോഹിതനാ മഹാകരുണയാൽ തിരഞ്ഞെടുത്തു. കുഞ്ഞാടെ നീ അറുക്കപ്പെട്ടു. തിരുരക്തമെന്നെ വിലയ്ക്കു വാങ്ങി. രാജകീയ പുരോഹിതനാ മഹാകരുണയ തിരഞ്ഞെടുത്തു. ഇന്ന് ആരാധിക്കുമ്പോ ഞങ്ങൾ കാണുന്നു നിൻ രാജാധിരാജ രാജാധിരാജാവായി. ഇന്ന് ആരാധിക്കുമ്പോ ഞങ്ങൾ കാണുന്നു നിൻ കർത്താധി കർത്താവ് കർത്താധി കർത്താവ് രാജാവോങ്ക രാജ. ഇന്ന് ആരാധിക്കുമ്പോ ഞങ്ങൾ കാണുന്നു നിന്നെ രാജാധിരാജാവായി. പ്രഭുവോങ്ക പ്രഭുഹയോ. ഇന്ന് ആരാധിക്കുമ്പോ ഞങ്ങൾ കാണുന്നു നിന്നെ കർത്താധി കർത്താവായി. Lift your voice, worship him. ഇതുപോലൊരു ഭാഗ്യം എന്റെ യേശുവിൻ സാന്നിധ്യം. ഇതുപോലൊരു ആശ്വാസം എന്റെ നാഥൻ മാറിട. ഇതുപോലൊരു എന്റെ സാന്നിധ്യം. ജീസസ് ആത്മമനുഷ്യൻ സഞ്ചരിക്കട്ടെ. आत्मिक मनुष्य यात्रा करे. ആത്മമനുഷ്യനെ ഹോളിൽ തളച്ചിടല്ലേ. आत्मिक मनुष्य इस हॉल से निकल സഞ്ചരിക്കട്ടെ. यात्रा करे. ജീവന്റെ പുതുവഴി അവൻ തുറന്നു തന്നിരിക്കും. जीवन का नया मार्ग उसने खोल रखा है. ധൈര്യത്തോടെ നമുക്ക് ആ കൃപാസനത്തോട് അടുത്തിയാൽ हियाव के साथ उसके अनुग्रह के सिंहासन के पास जाएं. യേശുവിന്റെ രക്തത്തിൽ ആശ്രയിച്ച് यीशु के लहू पर भरोसा रखें. worship is a journey. आराधना एक यात्रा ഈ है. ഭൂമിയിൽ നിന്ന് ഉയരത്തിലേക്കുള്ള ഒരു യാത്ര സംഭവിക്കും. इस धरती से ऊपर की ओर एक ആ यात्रा होगी. യാത്രയുടെ എവിടെ വെച്ചോ വാക്കുകൾ നഷ്ടപ്പെടും. उस यात्रा के बीच में कहीं शब्द ആ खत्म हो जाएंगे. വാക്കുകൾക്ക് നടുവിൽ എവിടെ വെച്ചോ സ്തുതി നിൽക്കും. यात्रा में कहीं स्तुति बंद हो जाएगी. അതിന്റെ ഏതോ ഒരു ലെവലിനപ്പുറം പിന്നെ ആരാധന തുടങ്ങും. उसके एक स्तर के परे कहीं फिर आराधना शुरू होगी. യേശുവിന്റെ രക്തത്തിൽ ആശ്രയിച്ച് यीशु के लहू पर भरोसा रखें. കേറിക്കെ കേറിക്കെ റോ 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 ശലരക്കെ ബാബാ. ऊपर 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 चढ़े. I enter the holy of holies. I enter through the blood of the Lamb. I enter to worship you only. I enter to honor I enter the holy of holies. I enter through the blood of the Lamb. I enter to worship you only.
worship Him. Lord, I worship You. I worship You. Forget this place. Lord, I worship You. Forget your neighbor and say, I worship. Forget your chair, this place. Lord, I worship You. I worship. Lift your voice and say, Lord, I worship. I worship. Yes, Lord. അവിടെ പിന്നെ പാട്ടില്ല, वहाँ फिर गीत नहीं होता, അവിടെ പിന്നെ വരികൾക്ക് വലിയ സ്ഥാനമില്ല, वहाँ फिर पंक्तियों का कोई महत्व അവിടെ नहीं, പിന്നെ മനുഷ്യന് വലിയ പൊസിഷനുണ്ട്. वहाँ फिर मनुष्य का कोई स्थान नहीं, യേശു നീ മാത്രം. सिर्फ यीशु और आप। അങ്ങനെ ഒന്ന് കണ്ടേ, उसे देखें, അപ്പനെ ഞാനും മാത്രം. पिता और मैं सिर्फ, അന്നേരം അത് വീടായി മാറുകയാണ്. और वो एक घर बन रहा है। അന്നേരം കുഞ്ഞു മിണ്ടാൻ തുടങ്ങും. एक बच्चा बोलने लगेगा, മോളാണോ മിണ്ടാൻ തുടങ്ങും, वो बेटी है बोलने लगेगी, മോനാണോ മിണ്ടാൻ തുടങ്ങും. बेटा है बोलने लगेगा। അവിടെ നിന്റെ ആർക്കും പിന്നെ റെക്കമെൻഡേഷൻ ഒന്നും വേണ്ട. तो फिर और किसी की सिफारिश की जरूरत नहीं, യേശു ഞാനും മാത്രം. सिर्फ मैं और यीशु। കരങ്ങളൊക്കെ ഉയർത്തി പിടിച്ച് अपने हाथों को ऊपर उठा, There is fullness of joy in His presence. उसकी उपस्थिति में आनंद की भरपूरी है। അവിടുത്തെ സന്നിധിയിൽ സന്തോഷത്തിന്റെ പരിപൂർണതയോ, उसकी उपस्थिति में आनंद की भरपूरी है। നിന്റെ ആനന്ദ നദി നീ അവരെ കുടിപ്പിക്കുന്നു. वो अपने आनंद की नदी में से उन्हें पिलाता है। Let your people drink from the river of joy. प्रभु आपके लोग उस आनंद की नदी में से पीने पाए। ഇതുപോലൊരു ഭാഗ്യം എന്റെ യേശുവിൻ സാന്നിധ്യമേ, ഇതുപോലൊരു ആശ്വാസം എന്റെ താതന്റെ മാർവിടമേ, ഇതുപോലൊരു ഭാഗ്യം ഇതുപോലൊരു. Enter the fourth dimension. चौथा आयाम, ഇതുപോലൊരു ഭാഗ്യം എന്റെ യേശുവിൻ സാന്നിധ്യം, ഇതുപോലൊരു ആശ്വാസം എന്റെ നാഥന്റെ മാർവിടമേ. Express yourself. ഇതുപോലൊരു ഇത് പോതു അപ്പാ, എനക്കിത് പോതു, എനിക്ക് അങ്ങനെ സാന്നിധ്യം മതിയപ്പാ.
ആത്മാവിലൊന്ന് പാടിക്കേ. വാഴും ശൂന്യമായപ്പോഴും എന്നെ വേണമെന്ന് പറഞ്ഞപ്പാ, ഉലകം മാറ്റി നിർത്തിയപ്പോഴും എന്നെ വേണമെന്ന് പറഞ്ഞപ്പാ, വിലാപത്തിന്റെ പുതപ്പിനെ വലിച്ചു കീറി എന്റെ രട്ടിനെ നൃത്തമാക്കിയവനെ, യേശു മാത്രം യോഗ്യൻ. Lift your voice and sing. യേശു മാത്രം യോഗ്യൻ, യേശു മാത്രം യോഗ്യൻ, യേശു മാത്രം യോഗ്യൻ. Lift your voice. യേശു മാത്രം യോഗ്യൻ, യേശു മാത്രം യോഗ്യൻ, യേശു മാത്രം യോഗ്യൻ. You alone are worthy. Lift your voice and say, you alone are worthy. Jesus, you alone are worthy. You alone are worthy. കസേര മേശയിട്ട് പാട്ടെഴുതാൻ ഇരിക്കുന്നവരുണ്ട്, നല്ല കാര്യം. कुर्सी और मेज डालकर गीत लिखने के लिए बैठने वाले लोग हैं, രാത്രി अच्छी തൊട്ട് बात ഞാൻ है। ശ്രദ്ധിക്കുകയാണ്, कल से मैं देख रहा हूँ ഇവിടെ സ്വർഗ്ഗം എഴുതി താഴേക്ക് ഇട്ടുകൊടുക്കും. कि यहाँ स्वर्ग लिखकर नीचे उतार रहा है। ഒന്നുകൂടെ പറഞ്ഞു, ഞാൻ ക്രിയേറ്റീവ് ആണ്. एक बार फिर से बोलिए, मैं रचनात्मक हूँ। വാ തുറന്ന് പറഞ്ഞു, ഞാൻ ക്രിയേറ്റീവ് ആണ്. बोलिए, मैं रचनात्मक കാരണം എന്റെ हूँ, അപ്പൻ ക്രിയേറ്റർ ആണ്. क्योंकि मेरा पिता सृष्टि करता है। വിളിച്ചു പറഞ്ഞു, വിളിച്ചു പറഞ്ഞു, വിളിച്ചു പറഞ്ഞു. बोलिए बोलिए, എന്റെ വാക്കുകൊണ്ട് ഞാൻ നശിപ്പിക്കത്തില്ല, मैं अपने शब्दों से नाश नहीं करूंगा, എന്റെ വാക്കുകൊണ്ട് ഞാൻ പണിതെടുക്കും. मैं अपने शब्दों से बनाऊंगा। എന്റെ ചിന്തകൾ ക്രിയേറ്റീവ് ആണ്. പറഞ്ഞേ, मेरी सोच सृष्टि करने वाली है, കാരണം എന്റെ യേശു ക്രിയേറ്റർ ആണ്. क्योंकि मेरा यीशु सृष्टि करता है। ദേവദാസന അനുഭവമൊക്കെ പറഞ്ഞ് എന്നെ ക്ഷണിച്ചല്ലോ. ഒരു പെട്ടെന്ന് ഹബക്കൂക്ക് തന്റെ പ്രവചനം എഴുതി നിർത്തുന്ന ഒരു വാക്ക്, എങ്കിലും ഞാനും എന്റെ യഹോവയിൽ ആനന്ദിക്കും. एक वचन जो मेरे मन में आएगा, हबक्कुक जो अपने भविष्यवाणी करके अंत में समाप्त करता है कि फिर भी मैं अपने यहोवा में आनंदित होऊंगा। കുറെ അസാധ്യങ്ങളുടെ ലിസ്റ്റ് എഴുതി വെച്ചിട്ട് कुछ असंभव बातों की सूची लिखकर ദൈവ മനുഷ്യൻ ഒപ്പിടുന്നതിന് മുമ്പ് പറയും, എങ്കിലും परमेश्वर का वो दास है जो हस्ताक्षर करने से पहले लिखता है, फिर भी yet I will exalt in my Lord. फिर भी मैं अपने प्रभु यहोवा में आनंदित होऊंगा। വേറെ സന്തോഷമല്ല, ഞാൻ ആനന്ദിക്കും. वो कहना खुशी से कहे, मैं आनंदित होऊंगा। ഒരു ദിവസം കർത്താവ് എന്നെ അത് പഠിപ്പിച്ചു. एक दिन प्रभु ने मुझे ये सिखाया। ഒരു ദിവസം ഇങ്ങനെ തലയൊക്കെ കുനിച്ച് ദൈവമേ കാര്യം നടന്നില്ലല്ലോ എന്ന് പറഞ്ഞു നിന്നൊരു ദിവസം എന്നോട് കർത്താവ് പറഞ്ഞു, നിന്നെ വിളിച്ചത് പ്ലാറ്റ്ഫോമിൽ നിന്ന് പാടാനാണോ അതോ ലൈഫ് മുഴുവൻ പാടാനാണോ?
एक दिन जब मैं सिर झुका के खड़ा सोच रहा था कि प्रभु काम नहीं हुआ, तो प्रभु ने मुझसे पूछा, क्या तुझे एक प्लेटफॉर्म पे खड़ा होके गाने के लिए मैंने बुलाया है या जिंदगी भर गाने के लिए बुलाया है? സത്യമാണ് അല്ലേ? सच है। ലൈഫ് സ്റ്റൈൽ വർഷിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ആരൊക്കെയോ പ്ലാറ്റ്ഫോമിനകത്ത് കെട്ടി പൊതിഞ്ഞു വെച്ചിരുന്നതിനെ ഒരു ദേശത്തിനു മീതെ, പാർപ്പിടങ്ങൾക്കു മീതെ, ട്രെയിനിൽ, വാഹനങ്ങളിൽ, ഓഫീസുകളിൽ, ശുശ്രൂഷകളിൽ തുറന്നുവിടുന്ന ലൈഫ് സ്റ്റൈൽ വർഷിപ്പേഴ്സ് ഉണ്ടെങ്കിൽ വിളിച്ച യേശുവേ. आराधना की जीवन शैली का मतलब जो एक मंच पर बंधी हुई थी, उसको गांवों में, शहरों में, अपने ऑफिस में, गाड़ियों में, ट्रेन में, हर जगह खुला छोड़ने वाली एक जीवन शैली। എന്റെ പഴയ മനുഷ്യൻ പറഞ്ഞു മൂടിനൊത്ത പാട്ട് പാടാൻ. मेरे पुराने मनुष्य ने कहा उस मिजाज के अनुसार गीत गाएं। പക്ഷെ എന്റെ ആത്മ മനുഷ്യൻ പറഞ്ഞു ഇല്ല, നീ ജയിച്ചവനെ കുറിച്ച് പാടാൻ. लेकिन मेरे आत्मिक मनुष्य ने कहा नहीं, तू उस जीतने वाले के बारे में गा। ഒന്നും മനസ്സിലായില്ല ദേവദാസനെ. मुझे അന്നത്തെ ദിവസം മുഴുവൻ പരാജയമായിരുന്നു. मुझे मतलब समझ में नहीं आया, क्योंकि वो दिन पूरा हार का दिन था। അന്ന് വൈകിട്ട് കർത്താവ് പറയും, നീ അതിനെ പറ്റി പാടല്ല, നീ ക്രൂശിലെ ജയാളിയെ കുറിച്ച് പാട. लेकिन शाम के समय प्रभु ने मुझसे कहा, तू हार के बारे में मत गा, तो क्रूस पर जीतने वाले का गीत गा। അന്നേരം എനിക്കൊന്നും മനസ്സിലായില്ലെങ്കിലും ഒരു വർഷം കഴിഞ്ഞപ്പോ എനിക്കത് കൃത്യം മനസ്സിലായി. उस समय मुझे समझ में नहीं आया, लेकिन एक साल बाद मैं ठीक समझ गया। ഒരു സമയം ജയത്തിന്റെ പാട്ട് പാടിയാൽ, एक समय अगर आप जय का गीत गाते हैं, നിശ്ചയമായും വരുന്ന ദിവസം ആ ജയം ഫോർത്ത് ഡയമെൻഷനിൽ നിങ്ങൾ പ്രാപിക്കും. तो निश्चित रूप से आने वाले दिनों में चौथे आयाम में वो जीत आपको मिलेगी। എങ്കിലും ഞാൻ എന്റെ കർത്താവിൽ ആനന്ദിക്കും. फिर भी मैं अपने यहोवा में आनंदित होऊंगा। പാഴും ശൂന്യമായാലും ഞാൻ ആനന്ദിക്കും. चाहे बेडोल और सुनसान हो, मैं आनंदित കാരണം എന്റെ रहूंगा, മീതെ പരിവർത്തിക്കുന്ന ഒരു ആത്മാ സാന്നിധ്യം ഞാൻ തിരിച്ചറിയും. क्योंकि मेरे ऊपर मंडराने वाले आत्मा के सानिध्य को मैं महसूस कर रहा हूँ। ഉണങ്ങി വരണ്ട് നിൽക്കുന്ന അസ്ഥികളുടെ നടുവിൽ ഞാൻ പാടും. सूखी हुई हड्डियों के बीच में भी मैं गाऊंगा, കാരണം ഒരു കാറ്റിന്റെ മുഴക്കം ഞാൻ കേൾക്കുന്നുണ്ട്. क्योंकि एक हवा की आवाज मुझे सुनाई दे रही है। നിർജീവമായി പോയ സാഹചര്യത്തിൽ ഞാൻ ആനന്ദിക്കും. बेजान हो गया फिर भी मैं आनंदित കാരണം रहूंगा, എന്റെ ഉള്ളിൽ തിളയ്ക്കുന്ന ഒരു വാഗ്ദത്തം ഉണ്ട്. क्योंकि मेरे अंदर एक वायदा उबल रहा है। ക്രൂശിലെ ജയാളി എനിക്കുണ്ട്. क्रूस का एक विजेता मेरे